الحمد لله الذي جعل التجارة معروضها وجعل عباده الصالحين فائزا وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ജുമുഅ ദിവസത്തിന്റെ എല്ലാ പോരിശകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പുതിയൊരു വർഷത്തിലേക്കാണ് ഞാനും നിങ്ങളും ചുവട് വച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച് വിജയം നൽകിയ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം ഉൾപ്പെടെ മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയ ഒരു മാസമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരിടുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി വേണം ഞാനും നിങ്ങളും ഈ ഒരു പുതിയ വർഷത്തിനെ വരവേൽക്കുന്നത്. ഇന്ന് മുഹറം 3 അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിവസങ്ങളിലും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇബാദത്തുകൾ ചെയ്ത് പ്രതിഫലം കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, സ്വയം വിലയിരുത്തണം. എനിക്ക് ഇത്ര വയസ്സായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര വയസ്സ് തന്നിട്ടുണ്ട്. പുതിയൊരു വർഷത്തിലേക്ക് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഒരു വർഷവും കൂടി നമുക്ക് അവസാനിച്ചിരിക്കുന്നു, മരണത്തിലേക്കുള്ള ദൂരം അടുത്തിരിക്കുന്നു എന്നാണ് വിശുദ്ധമായ ഖുർആനും ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു എനിക്ക് നൽകിയ ആരോഗ്യം കൊണ്ട് 20, 30, 50, 60 വയസ്സ് വരെ നിൽക്കുന്ന ഞാനും നിങ്ങളും കഴിഞ്ഞുപോയ ദിവസം വരെ അല്ലാഹു എൻ്റെ ജീവിതത്തിൽ നൽകിയ സമയം ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഈ ആരോഗ്യം ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? അല്ലാഹു എനിക്ക് നൽകിയ സമ്പത്ത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ അതിനെ പ്രയോജനപ്പെടുത്തിയത് എന്ന് വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിനെയും നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തും സന്താനങ്ങളും
അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അശ്രദ്ധരായി പോകുന്നതിനെ നിങ്ങൾ തടയണം. അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ വളർത്തി വലുതാക്കുന്ന നമ്മുടെ പൊന്നോമന മക്കൾ നമസ്കരിക്കുന്നുണ്ടോ? നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ? സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷനുമായി ബന്ധപ്പെട്ട് കേവലം കൊച്ചുമക്കൾ ഉൾപ്പെടെ ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമക്കൾ ഉൾപ്പെടെ രാവിലെ എഴുന്നേൽക്കുന്നു. അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ രാവിലെ എഴുന്നേൽക്കുന്ന മക്കൾക്ക് 7:30 7:45 സ്കൂൾ വാഹനം വരുന്നു സ്കൂളിലേക്ക് പോകുവാൻ. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് 3-3:30 തിരിച്ചു വന്ന് അടുത്തതായി അവർ കടന്നു പോകുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തന്നെ 2ാമത്തെ തലത്തിലുള്ള ട്യൂഷന് വേണ്ടി പോകുന്നു. അവിടെ നിന്നും തിരിച്ചു വരുന്ന ഒരുപാട് എഴുതുവാനും വായിക്കുവാനുമുള്ള ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രഷർ നൽകി പഠിക്കുക എന്ന് പറഞ്ഞ് അവന്റെ മനസ്സിനെ വല്ലാതെ നമ്മൾ തളർത്തിക്കളയുകയാണ്. എഴുതണമെന്നോ വായിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. വിശുദ്ധമായ ഖുർആൻ, അതും ഇന്നത്തെ ദിവസം ജൂൺ 19 എന്ന് പറയുന്നത് കേരളത്തിൽ വായനാ ദിനമാണ്. മക്കൾ വായിക്കണം. വായിച്ചാലേ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധമായ ഖുർആനും ആദ്യമായി ഇറക്കിയ ആയത്ത് അങ്ങനെയല്ലേ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മനുഷ്യരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന പടച്ച റബ്ബിന്റെ പേരിൽ നീ ഒന്ന് വായിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ആദ്യമായി ഇസ്ലാം വായിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം കേട്ട് കേൾവിയേക്കാൾ ഒരു മനുഷ്യൻ പഠിക്കുന്ന കാര്യങ്ങളിൽ അറിവ് കരസ്ഥമാക്കി അവന് തിരിച്ചറിവിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അവൻ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തണം. അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ ക്ഷണിക്കണം. വാപ്പ നിസ്കരിക്കുമ്പോൾ മകനെ അടുത്തു നിർത്തണം. ഉമ്മ നിസ്കരിക്കുമ്പോൾ മകളെ അടുത്തു നിർത്തണം. ഫാത്തിഹയോ മറ്റ് സൂറത്തുകളോ ദിക്ർ ദുആകളോ കൊച്ചുമക്കൾക്ക് അറിയില്ലെങ്കിൽ പോലും ആ നിസ്കാരത്തിന്റെ രൂപം തന്നെ എൻ്റെ വാപ്പയിൽ നിന്നാണ് ഞാൻ കണ്ടുപഠിച്ചത്, എൻ്റെ ഉമ്മയിൽ നിന്നാണ് ഞാൻ കണ്ടുപഠിച്ചത് എന്ന് ഓരോ മക്കളും അവരുടെ വകതിരിവിന്റെ പ്രായമെത്തുമ്പോൾ അന്തസ്സോടുകൂടി പറയണം, ഞാൻ നിസ്കാരം പഠിച്ചത് എൻ്റെ വാപ്പയെ കണ്ടാണ്, ഞാൻ നിസ്കാരം പഠിച്ചത് എൻ്റെ ഉമ്മയെ കണ്ടാണ് എന്ന് നമ്മുടെ മക്കൾ പറയുമ്പോൾ സ്വയം അഭിമാനം കൊള്ളേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളാണ് ഏറ്റവും നല്ല വിജയരെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തും സന്താനങ്ങളും റബ്ബിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നതിനെ തൊട്ട് എല്ലാവരും ജാഗ്രത കാണിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്ന പക്ഷേ എന്നെ പിടികൂടൂല എന്ന് ഞാനും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുവാനോ അതിനുവേണ്ടി തയ്യാറാകുവാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുന്ന ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ സമ്പത്തിനെ ചിലവഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ? നിങ്ങൾക്ക് വരാനിരിക്കുന്ന മരണത്തിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. فيقول ربي لولا أخرتني إلى أجل قريب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണമെത്തുന്ന സമയത്ത്, നമ്മുടെ റൂഹിനെ എടുക്കുന്ന സമയം ഒരു മനുഷ്യൻ വിലപിക്കുമത്രേ, അല്ലാഹുവേ നീ എനിക്ക് എന്റെ സമയം ഒന്ന് നീട്ടി തന്നിരുന്നുവെങ്കിൽ. ഈ അസ്റായിൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത്
അല്ലാഹുവേ, നീ എന്റെ ആയുസ്സിനെ ഒന്ന് കുറച്ച് സമയത്തേക്ക്, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കുറച്ച് സമയത്തേക്ക് നീ എനിക്ക് നീട്ടിത്തന്നിരുന്നെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യുമായിരുന്നു, ഞാൻ നന്മകൾ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു എന്ന് ഓരോ മനുഷ്യരും വിലപിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇത്രയും വയസ്സായിട്ട് നമ്മൾ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ ജോലിക്ക് പോയി നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, സ്വന്തമായി ബിസിനസ് നടത്തുന്നവരുണ്ട്, സ്വന്തമായി അള്ളാഹു നൽകിയ ആരോഗ്യം ആയുസ്സും കൊണ്ട് അധ്വാനിച്ച് കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്. ആ സമ്പത്തിനെയും അതിനുവേണ്ടി ചിലവഴിച്ച സമയത്തിനെയും നല്ലതിന് വേണ്ടിയാണോ ഞാൻ വിനിയോഗിച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഈ മരണസമയത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് നീട്ടിത്തരണേ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കച്ചവടത്തിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി, റബ്ബിന് വേണ്ടിയുള്ള 5 വഖത്ത് നമസ്കാരം നമ്മൾ മാറ്റിവെക്കുമ്പോൾ, നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ പോലും കച്ചവടമാണ് വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേവല കച്ചവട ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി പരലോകത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മരണസമയത്ത് വിലപിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കച്ചവടത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അല്ലാഹു ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹ് നമ്മളോട് ചോദിക്കുക, ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ അല്ലാഹുവിന്റെ അദാബുകൾ നിറയുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുക എന്നതാണ് ആ കച്ചവടത്തിന്റെ മൂലധനം എന്ന് പറയുന്നത്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ആ ഒരു കച്ചവടത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വജാഹിദൂന ഫീ സബീലില്ലാഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമിക്കണം, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമിക്കണം. തബ്ലീഗിന്റെ പ്രസ്ഥാനക്കാർ മാത്രമല്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. തബ്ലീഗ് ആണെങ്കിലും, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും, മുജാഹിദ് ആണെങ്കിലും, സുന്നി ആണെങ്കിലും, AP ആണെങ്കിലും, EK ആണെങ്കിലും, ദക്ഷിണയാണെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിച്ചുകൊണ്ട് ഷഹാദത്ത് പറഞ്ഞ് ഇസ്ലാമിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടതും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിച്ച് അതേപോലെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതും തിരിച്ചറിവുള്ള, വിവേക ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു എന്നിട്ട് പറയുന്നു, ഈ പരിശ്രമം എങ്ങനെ, എന്തുകൊണ്ട് ചെയ്യണം? വീണ്ടും അല്ലാഹു ആദ്യമായി എടുത്തു പറയുന്നു, ബി അംവാലിക്കും, നിങ്ങളുടെ ധനം, നിങ്ങൾക്ക് ഞാൻ തന്ന ധനം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക, പാവങ്ങളെ സഹായിക്കുക, രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, പാവപ്പെട്ട യതീം മക്കൾക്ക് അത്താണിയാവുക, ഭക്ഷണമില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക. ഇതെല്ലാം റബ്ബിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട പരിശ്രമങ്ങളാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട പരിശ്രമങ്ങളെയാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു, അംഫുസക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക. 5 വഖത്ത് നിസ്കാരം അതങ്ങ് മാറ്റിവെക്ക്.
അതിലൊന്നാമത്തെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന കേവലം 2 റക്അത്ത് മാത്രമുള്ള സുബഹി നമസ്കാരം ഒന്ന് എടുത്തു നോക്ക്. ഉച്ച സമയത്ത് ജമാഅത്ത് കിട്ടില്ലായിരിക്കാം, ജോലി തിരക്ക്. അസറിന്റെ സമയത്ത് ജമാഅത്ത് കിട്ടില്ലായിരിക്കാം, ജോലി തിരക്ക്. മഗ്രിബിനും ഇശായ്ക്കും അങ്ങനെ പറയാം. പക്ഷേ സുബഹിയുടെ സമയത്ത് എല്ലാവരും വീട്ടിലല്ലേ പ്രിയപ്പെട്ടവരെ? ജോലിക്ക് പോണെങ്കിൽ പോലും 6 മണിക്ക് ശേഷമല്ലേ നമ്മൾ പോകുന്നത്? കണ്ണിന് കാഴ്ച അല്ലാഹു നൽകിയതിന്റെ പ്രിയപ്പെട്ടവർ, ഈ ക്ലോക്കിലേക്കൊന്ന് നോക്കിയാൽ ജമാഅത്തിന്റെയും ബാങ്കിന്റെയും സമയം കൊടുത്തിട്ടുണ്ട്. 5:30 മുമ്പേ പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിൽ ജമാഅത്ത് നമസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മസ്ജിദുകളിൽ ക്രമീകരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ബാക്കിയുള്ള വഖത്തുകൾക്ക് പോലും ഇല്ലാത്ത ഒരു പ്രത്യേകത സുബഹിയുടെ ബാങ്കിലുണ്ട്. വയസ്സ് ഒരുപാടായിട്ടും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തവരുണ്ട്. എന്താണ് ആ വചനം? അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഉറക്കത്തേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്, ഉറക്കത്തേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളതാണ് അത് നമസ്കാരമെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ വരുമ്പോൾ ഇന്നത്തെ സുബഹി ബാങ്ക് പോലും കേൾക്കാത്ത എത്രയോ പേര് ഈ മജ്ലിസിലുണ്ട് അല്ലേ പ്രിയപ്പെട്ടവരെ? ഇല്ലെന്ന് പറയണ്ട. സുബഹി ബാങ്ക് പോലും കേൾക്കാത്തവർ, സുബഹി നമസ്കരിക്കാത്തവർ പോലും നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളെ മക്കൾ എങ്ങനെ നിസ്കരിക്കും? നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മളെ മക്കൾ എങ്ങനെ നിസ്കരിക്കും? അതല്ലേ അല്ലാഹ് പറഞ്ഞത്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് അശ്രദ്ധരായി പോകുന്ന അവസ്ഥയിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും അങ്ങനെ ആയി പോകരുത് എന്ന് അല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി തന്നെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ആ ആയത്തിന്റെ അവസാനമായി പറയുന്നു, നിങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തന്നു. അതിന്റെ മൂലധനവും മാനദണ്ഡവും എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ട് പരിശ്രമിച്ചു, പക്ഷേ അതിനുള്ള പ്രതിഫലം എന്താണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, അത് മുഴുവനായി ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്നിട്ട് അല്ലാഹ് പറയുന്നു, താഴ്ഭാഗത്തോടുകൂടി അരുവികളായി കഴിയുന്ന, താഴ്ഭാഗത്തോടുകൂടി ഒഴുകുന്ന അരുവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് നൽകാം. സ്വർഗ്ഗത്തിൽ ഒരു പാർപ്പിടവും നിങ്ങൾക്ക് ഞാൻ നൽകാമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്. ഈ ഒരു അവസരങ്ങളൊക്കെയാണ് നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസരങ്ങളാണ് നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഞാൻ നൽകിയ അവസരങ്ങളെല്ലാം പാഴാക്കിയിട്ട് നരകത്തിലേക്ക് കൊണ്ടിടുന്ന സമയത്ത് നരകത്തിന്റെ അവകാശികൾ പറയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ അബ്ദൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഞങ്ങളെ പഴയ അവസ്ഥയിലേക്ക് നീ ഒന്ന് ഞങ്ങളെ മടക്കി വിടുകയാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകളെ തിരുത്താമെന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹ് തിരിച്ചൊരു ചോദ്യം ചോദിക്കും അത്രേ. അതും വിശുദ്ധമായ ഖുർആൻ, അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലയോ? അല്ലാഹ് ചോദിക്കുക, അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ദുനിയാവിന്റെ ജീവിതത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നൽകി, ആയുസ്സും ആരോഗ്യം സമ്പത്തും നൽകിയപ്പോൾ അല്ലാഹ് ചോദിക്കുന്നു, അവലം നുഅമ്മിറുക്കും, നിനക്ക് ഞാൻ സമയം തന്നില്ലയോ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ,
ചിന്താശേഷിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനോട് അല്ലാഹ് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ദുനിയാവിന്റെ ജീവിതത്തിൽ സമയം തന്നിരുന്നില്ലയോ? വജാഅകുമുൻ നദീർ, ഈ പരലോകത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച്, അദാബുകളെ കുറിച്ച് മുന്നറിയിപ്പുകാരനായ പ്രവാചകന്മാരെയും പണ്ഡിതന്മാരെയും നിന്റെ മുന്നിൽ ഞാൻ നൽകിയില്ലേ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് ചോദിക്കുകയാണ്. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളെ പാഴാക്കാതെ പ്രയോജനപ്പെടുത്തി പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുകൾ പടുത്തുയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معاشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين، فاستغفروه إنه هو الغفور الرحيم. السلام عليكم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة، حي على الصلاة. أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العظيم. جعل الله إياكم فائزين آمنين وأدخلنا وإياكم في عباده الصالحين. يا أيها الذين آمنوا اتقوا أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. صدق الله العظيم. جعل الله إياكم فائزين آمنين وأدخلنا وإياكم في عباده الصالحين. يا أيها الذين آمنوا اتقوا أمير المؤمنين أبو بكر الصديق، وأمير المؤمنين عمر بن الخطاب، وأمير المؤمنين عثمان بن عفان، وأمير المؤمنين علي بن أبي طالب. اللهم وارحم نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة.
പറ്റിയില്ല കേട്ടോ.